ഇവിടെ ഇങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ പൊട്ടത്തില്ല, നമുക്കിങ്ങനെ വിണ്ട് പൊട്ടുക, അതുപോലെ തൊലി പോകുക. എനിക്ക് അങ്ങനത്തെ ഇഷ്യൂ ഉള്ളതുണ്ട്, എൻ്റെ എപ്പോഴും ഇങ്ങനെ തൊലി പോയിക്കൊണ്ടിരിക്കുമ്പോൾ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കേട്ടോ, എൻ്റെ ലിപ്പിൻ്റെ കുറച്ചൊന്ന് ആ ഒരു പഴയ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു 4 ദിവസമായിട്ട് ഞാൻ ഒരു സംഭവം ഇങ്ങനെ യൂസ് ചെയ്ത് വരുവാണ്. കുഴപ്പമില്ല, എൻ്റെ അപ്പർ ലിപ്പ് കുറച്ച് ഡാർക്കാണ്. ഒരുപാട് ചേഞ്ചസ് ഒന്നുമില്ല, എന്നാലും കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. ലിപ് ബാം ഉണ്ടാക്കിയായിരുന്നു. അതൊരു 4-5 ദിവസം ഞാൻ ഉണ്ടാക്കിയിട്ട്, കറക്റ്റായിട്ട് പറഞ്ഞൊരു 4 ദിവസമായിട്ട് ഞാനിപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് വന്നിട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വെച്ച്. എന്നുവെച്ചാൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ വെറുതെ അങ്ങനെ കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എനിക്ക് മാറ്റമുണ്ട്. പിന്നെ എൻ്റെ ഒരുപാട് ചേഞ്ചസ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം എനിക്ക് ചെറുപ്പം തൊട്ടേ അങ്ങനെ ഇത്തിരി ഡാർക്കായിട്ടുള്ള ലിപ്സാണ് എൻ്റെത്. സാധാരണ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുക, ഡെയിലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചിലർക്ക് പിഗ്മെൻറ്റഡ് ആവാറുണ്ട്. അങ്ങനെ അതുപോലെ സ്മോക്കിങ്, അല്ലാതെ ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരുമ്പോൾ ലിപ്സിന് വരുന്ന ആ ഒരു ചെറിയ ചെറിയ ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ മാറ്റാൻ പറ്റിയൊരു ലിപ് ബാമാണ്. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിപ് ബാം. ഞാൻ എൻ്റെ ഒരു പഴയൊരു റിങ് വാങ്ങിച്ച ഒരു ടിന്നിലിട്ട് വെച്ചതാണ്. ഞാനിത് ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത്. യൂസ് ചെയ്യാൻ മാത്രം ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അതുപോലെ തന്നെ വെറുതെ ഇങ്ങനെ ചുണ്ടിങ്ങനെ നനച്ച് കൊടുക്കത്തില്ല. അങ്ങനെ നനച്ച് കൊടുത്താൽ ലിപ്പ് കറുക്കും. അങ്ങനെ അങ്ങനെയൊക്കെ വന്ന് കറുത്തിട്ടുണ്ടെങ്കിലൊക്കെ ഈ ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആകും കേട്ടോ, കളർ ചേഞ്ചൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ലിപ് ബാം ഉണ്ടാക്കാനായിട്ടുള്ള മെയിനായിട്ടുള്ള സംഭവമായിട്ട് ബീട്രൂട്ട്. ഞാൻ 2 ചെറിയ ബീട്രൂട്ട് എടുത്തേക്കുന്നത്. അത്യാവശ്യം ഇപ്പോൾ വലുതൊക്കെ ആണെങ്കിൽ ഒരെണ്ണമൊക്കെ മതി. ഇതെൻ്റെ ചെറുതായിരുന്നു ബീട്രൂട്ട് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ 2 എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ ചെറിയ കഷ്ണമാക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ജ്യൂസൊന്ന് നമുക്ക് കൈവച്ച് പിഴിഞ്ഞെടുക്കണം. പിഴിയുന്ന ടൈമിൽ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട, അതിൻ്റെ തരിയും കാര്യങ്ങളൊന്നും വീഴാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഒന്നില്ലെങ്കിൽ അരിപ്പ വെച്ച് പിഴിയുക, അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് അരിപ്പയിൽ ഏതെങ്കിലും ഇട്ടൊന്ന് ഫിൽറ്റർ ചെയ്തെടുത്താൽ മതി. ഞാൻ ഇത് പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ട് അരിപ്പയിലിട്ടിട്ട്. പിന്നെ ഞാൻ ഈ ലിപ് ബാം രാത്രിയായിട്ട് യൂസ് ചെയ്ത് കിടക്കാൻ നിർത്തി യൂസ് ചെയ്ത്. പകലിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകണില്ലെങ്കിൽ, നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ ഓക്കെ, എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അതുകൊണ്ട് രാത്രി കൂടുതൽ യൂസ് ചെയ്യാൻ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒന്നും കൂടി അരിപ്പയിലിട്ട് ഫിൽറ്റർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത്രയും ജ്യൂസ് കിട്ടുന്നുണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോഴേക്കും കുറയും. ഇതിൻ്റെ ആ ഒരു അളവൊക്കെ കുറഞ്ഞൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു പാൻ വെച്ച് ഞാൻ ജ്യൂസ് അതിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. തിളച്ച് വരുമ്പോഴേക്കും ലോ ഫ്ലെയിമിലാക്കണം. വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർത്താതെ അതൊരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് അടുക്കി പിടിക്കും കേട്ടോ. കാരണം ഒരുപാടൊന്നും ഇല്ലല്ലോ, കുറച്ചല്ലേ ഉള്ളത്. പെട്ടെന്ന് തന്നെ ഇത് അടുക്കി പിടിക്കും. തിളച്ച് വരുമ്പോഴേക്കും ഒന്ന് ലോ ഫ്ലെയിം ആക്കാൻ മറക്കരുത്. ഞാൻ ആദ്യം ഓർത്ത് എൻ്റെ കരിഞ്ഞു എന്നാട്ടോ ഓർത്ത്, പക്ഷെ കുഴപ്പമില്ല, കരിഞ്ഞിട്ടൊന്നും ഇല്ല. ഞാൻ പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിം ആക്കി എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ അത് വറ്റാൻ തുടങ്ങും. ഈ ഒരു പരുവത്തോട്ടോ ഇത്രയും കട്ടിയാവുമ്പോഴേക്കും ഓഫാക്കാൻ നോക്കുക കേട്ടോ. ഇതിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയാൽ പെട്ടെന്ന് കരിഞ്ഞു കൊണ്ട്. എന്നിട്ട് ഞാനതൊരു ചെറിയൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് തണുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ നെയ്യില്ലേ, നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എനിക്ക് പറ്റിയൊരു തെറ്റാണ്, ഞാൻ മറന്നുപോയി. അത് നെയ്യ് ഉരുക്കിയിട്ട് ചേർക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് പിന്നെ നമ്മൾ ഡബിൾ ബോയിലൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം നെയ്യ് ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കൊണ്ട് ഡബിൾ ബോയിൽ ചെയ്തു. നെയ്യ് ഉരുക്കിയിട്ട് ചേർത്താൽ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ഇനിയിപ്പോൾ ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാട്ടോ ഞാൻ ഇത്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണതാണ്. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഏത് ടിന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ടൊന്ന് ഇട്ട് വെക്കുക കേട്ടോ. ഇത് ഞാൻ എപ്പോഴും 1 വർഷത്തിന് മേലെ എന്തൊരു റിങ് വാങ്ങിച്ചപ്പോൾ കിട്ടിയൊരു ടിന്നാണ്. അതിൽ ഞാൻ ഇപ്പോൾ ഇട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ കുറച്ച് നേരം വെക്കുക, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് ഉപയോഗിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ രാത്രി തന്നെ ഇത് ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ, അതായിരിക്കും കുറച്ചും കൂടി റിസൾട്ട് കിട്ടാൻ നല്ലത്. അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ, എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. ചെറിയ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാം, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൽ നെയ്യ് ചേർക്കില്ല. അതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് തേൻ ചേർക്കാം, അത് ഓപ്ഷണലാണ്. എനിക്കൊന്നാമത് തേൻ അങ്ങനെ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ഇടാതിരുന്നത്. നെയ്യുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലായിരിക്കും എനിക്ക്, പക്ഷേ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ നെയ്യുടെ. എന്നാലും ഞാൻ അതൊക്കെ നോക്കി ചേഞ്ച് ചെയ്യണമെങ്കിൽ നല്ലതല്ലേ എന്ന് ഓർത്തിട്ട്. കുഴപ്പമില്ല, നല്ലതാണ്. ഇങ്ങനെ ഇപ്പം കളറ് മാറിയില്ലെങ്കിലും, അതായത് ആ ഒരു
പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ജന്മനാ ചിലർക്കൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ തന്നെ ലിപ്സ്, അതൊക്കെയാണെങ്കിൽ അങ്ങനെ ഒരുപാട് മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ലിപ്സിൽ ഇങ്ങനെ ക്രാക്സ് വീഴുക, തൊലി പോവുക, അങ്ങനത്തെയൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും. അല്ലാതെ ഇങ്ങനെ വലിയ മാറ്റം അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ, ടാറ്റാ.